സൂറ തക്വീർ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അന്ത്യനാളിൻ്റെ രൗദ്രഭാവങ്ങൾ എന്ത് എന്നത് വിശദീകരിക്കുന്നു. സൂര്യൻ ചുരുട്ടപ്പെടുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നു, പർവ്വതങ്ങൾ അവയുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ അറ്റുപോയി അവ നടക്കാൻ തുടങ്ങുന്നു, ചലിക്കാൻ തുടങ്ങുന്നു, സമുദ്രത്തിന് തീപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭയാനതകൾ വിവരിക്കുന്നിടത്ത്, ആ ദിവസത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ചോദിക്കുന്നു, വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. അന്ന് ആ ആയത്തുകളിൽ പറയുന്നുണ്ട്, പൂർണ്ണ ഗർഭിണിയായ പെണ്ണൊട്ടകങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. കാരണം സമ്പത്തിൻ്റെ വലിയൊരു അടിസ്ഥാനമാണ്. നിങ്ങൾ ഈ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്തിനാൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പത്തിൻ്റെ വലിയൊരു സൂചകമാണല്ലോ ഗർഭിണിയായ പെണ്ണൊട്ടകം. പ്രസവമെടുത്ത ആ ഒട്ടകം പോലും അവഗണിക്കപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്, അന്നേ ദിവസം ദുർബലയായ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും, നീ എന്ത് കുറ്റത്തിനാണ് നീ കൊല്ലപ്പെട്ടത്? മദ്രസാ ക്ലാസ്സുകളിൽ അമ്മ പഠിക്കുന്ന സമയത്ത് ഈ ആയത്ത് കേൾക്കുമ്പോൾ നാം വിചാരിക്കുന്നു അത് 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ അപമാനമായി കണ്ട പെൺകുട്ടിയുടെ ജനനത്തിന് പരിഹാരമായി അവളെ കുഴിച്ചുകൂടിയ കാട്ടറബികളോടാണ് ആ ചോദ്യം എന്നാണ് നാം വിചാരിക്കുന്നത്. അല്ല, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ലോകാവസാനം വരേക്കുള്ള സന്ദേശമാണ്. അതിനാൽ 2020-കൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ കിഴക്കൻ യൂറോപ്പിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നും സമൂഹത്തിലെ സ്വാധീനമുള്ള ആളുകളുടെ ആർത്തിക്കും അവരുടെ ദേഹേച്ഛയ്ക്കും വേണ്ടി ബലിയാടാക്കപ്പെട്ട പാവപ്പെട്ട നിസ്സഹായരായ കുട്ടികൾ, ആ കുട്ടികളോടുകൂടിയുള്ളതാണ് ഈ ചോദ്യം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിശദാംശങ്ങൾ ആവശ്യമില്ലാത്ത വിധം, വിശദാംശങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഞെട്ടലുണ്ടാക്കുന്ന വിധം, മറപ്പുളവാക്കുന്ന വിധമുള്ള സംവിധാനങ്ങൾ നടക്കുന്നു. ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും തമ്മാടികളായ കുറച്ചാളുകൾ കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു എന്നിടത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വരാൻ തയ്യാറുള്ള മുഴുവൻ തമ്മാടികളെയും ഒന്നിച്ച് ക്ഷണിച്ചുകൊണ്ട് ദുർബലരായ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ ലോകത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത്.